ഹായ്. ഇപ്പോൾ ടിക്ടോക്ക് ഇപ്പോൾ ബാൻഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിലൊക്കെ ടിക്ടോക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ടിക്ടോക്ക് നിങ്ങൾ ഫോണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടൂല. നിങ്ങൾ ഫോണിലുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ ഓപ്പൺ ആക്കി നോക്കിയാൽ ഇങ്ങനെ വരും. അപ്പോൾ അതിങ്ങനെ റീഫ്രഷ് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് വരിക, നോ ഇൻ്റർനെറ്റ് കണക്ഷൻ. അങ്ങനെ നിങ്ങളതിൽ ഓരോരോ ഓപ്ഷൻ നോക്കിയാലൊക്കെ അത് ക്യാമറ മാത്രം നല്ലപോലെ വർക്ക് ചെയ്യുന്നതാണ്, ബാക്കിയൊക്കെ ഇങ്ങനെ കളിക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങളത് മിനിമൈസ് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സൂപ്പർ VPN എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ സൂപ്പർ VPN എന്നുള്ളത് ഓപ്ഷൻ കാണാം. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആകുന്നുണ്ട്, ഒറ്റ സെക്കൻഡ്. ഇതാ ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഡോണ്ട് ഷോ എന്നുള്ള ശരിയിട്ടിട്ട് സ്റ്റോപ്പ് ആക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ പരസ്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പരസ്യത്തിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള മുകളിൽ ഇൻഡ് നിൽക്കുക. അപ്പോൾ ഈ VPN ഇസ് റെഡി, അത് കണ്ടിന്യൂ നിൽക്കുക. കണ്ടിന്യൂ നിൽക്കിയിട്ട് ആ കണക്റ്റ് നിൽക്കുക. കണക്റ്റ് നിൽക്കിയിട്ട് അതിൽ ശരിയിട്ടിട്ട് ഓൾവേസ് അലോ നിൽക്കുക. ഇപ്പോൾ ഇങ്ങനെ പരസ്യങ്ങളൊക്കെ വരും. 2-3 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പരസ്യം ഇൻഡ് നിൽക്കിയാൽ അത് ഓഫാവും. ഇപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ കണ്ടില്ല നിങ്ങൾ VPN ഇങ്ങനെ കണക്റ്റ് ആയത് കിടക്കുന്നത്. നിങ്ങൾ ബാക്ക് അടിച്ച് പോയിട്ട് ആ മിനിമൈസ് ചെയ്ത് ടിക്ടോക്ക് വീണ്ടും ഓപ്പൺ ആക്കുക. അപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഇത് ഏത് VPN ഇതിൽ കയറ്റിയാലും ഇത് ഓപ്പൺ ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യൻ ഗവൺമെൻറ് ഇത് ബാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് പോരാൻ ഗൂഗിളും ഇത് ബാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇത് ഓപ്പൺ ആക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ടിക്ടോക്കിനും വേണ്ടിയിട്ട് ഒരുപാട് ആപ്സ് കയറ്റുക, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ വർക്ക് ചെയ്യുന്നൊക്കെ ഓരോരുത്തർ വെറുതെ പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കി, നിങ്ങളെ സമയം കളയണ്ട. എന്താ വെച്ചാൽ അത് വർക്കാവില്ല. ഇപ്പോൾ ടിക്ടോക്കിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ ഈ ടിക്ടോക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ടിക്ടോക്ക് നിരോധിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളാരും ഇനി അതെങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനോട് സഹകരിക്കുകയാണ് വേണ്ടത്.